ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ 8ാം ദിനത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും ഇന്ന് സിനിമയുടെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇടിവുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് റിലീസായ സിനിമയ്ക്ക് ഉൾപ്പെടെ എല്ലാ സിനിമകൾക്കും ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇടിവ് തന്നെയാണ്. അങ്ങനെ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ കളക്ഷൻ 266ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 14% സിനിമയുടെ ഒക്യുപ്പൻസി വന്നിരുന്നത്. ഇന്നലെ 15%ആണെങ്കിൽ 1% ഇടിവ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒപ്പം കളക്ഷനിൽ 40%ഓളമാണ് ഇടിവ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ഇന്നത്തെ കളക്ഷനായിട്ട് വരാൻ പോകുന്നത് ഏകദേശം 17 ലക്ഷം രൂപ മാത്രമാണ്. അതായത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ എന്നുള്ളതാണ്. 8ാം ദിവസം ഒരു സിനിമയ്ക്ക് ഇത്ര കളക്ഷൻ വരുമ്പോൾ നമുക്കറിയാം അതൊരു നല്ല കളക്ഷനും കാര്യങ്ങളുമല്ല. സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് 8.5 കോടിയോളമാണ്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8.5 കോടി കവർ ചെയ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള കളക്ഷനാണ് സിനിമയെ വിജയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയൊന്നുമല്ല, ഒരു മലയാള സിനിമ മാത്രമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഓടുന്ന ബാക്കിയെല്ലാം ഡിസ്ട്രിബ്യൂട്ടറിലും അതേപോലെയുള്ള കാര്യങ്ങളും പോകുന്ന സിനിമയാണ്. ഓൾറെഡി ഈ സിനിമ ഏഷ്യാനെറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ സിനിമ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ബിസിനസ് വഴിയായിട്ട്. പക്ഷേ തിയേറ്ററിൽ സിനിമ സക്സസ് ആവണമെങ്കിൽ ഏകദേശം 20 കോടിക്ക് അടുത്ത് ലഭിക്കണം. ഇതുവരെ കേരള കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 5.5-6 കോടിക്ക് അടുത്ത് മാത്രമാണ്. വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ശനി ഞായർ ദിനങ്ങളിൽ നല്ല കളക്ഷൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തണം. ഗ്രേ മീഡിയാസ്.